Ah, hindi. Hmm. Hmm. Oo, yun ako. Hmm. Hindi. 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 Kung hindi nga rin yan. Hmm. Rex, ito daw. Ah, Carlos Gutierrez. Apa itu? Hmm?
കൊച്ചിനെ കൊന്നത് അമ്മയുടെ അമ്മയാണ്. ഭ്രാന്താണ് കമ്മിറ്റി. ഭ്രാന്ത്. കൊച്ചിന 6 മാസം. കൊച്ചിന്റെ അമ്മ കൊച്ചിനുള്ള ഭക്ഷണമൊക്കെ വേണ്ടി അത് അതിന് ആശുപത്രിയിലായിരുന്നു. കൂടെ Good afternoon. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ്സിന്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണതാണ് കേട്ടോ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ശരി. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, അതായത് 6th ചാപ്റ്ററിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? എവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? Statutory provisions for employee safety അല്ലേ? 7th one വരെ അല്ലേ? അത് കംപ്ലീറ്റ് ആയില്ലേ? Prohibition of employment of women and children near cotton opener, അത് കംപ്ലീറ്റ് ആയിരുന്നില്ലേ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ഇന്നലെ എക്സാം ആയിരുന്നില്ലേ? എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നോ? എക്സാം എളുപ്പമായിരുന്നോ? ഓക്കെ, എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? പാടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്താട്ടോ, എന്തുകൊണ്ടാണ് നമുക്ക് പാടായത്? പഠിക്കാത്തത് കൊണ്ടാണോ അല്ലെ? നമ്മൾ ആ പോർഷൻസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണോ? എന്താണെന്നുള്ളത് നമ്മൾ സ്വയമേ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള മൊഡ്യൂൾ എക്സാമുകൾ അല്ലെങ്കിൽ ടേം എക്സാമുകളൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ സ്വയം എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാം. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉണ്ടാവും. ആ ഭാഗങ്ങളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊക്കെ ഒന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, ശരി. ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് 8th one ആണ് കേട്ടോ. 8th one എന്താണ്? ലിഫ്റ്റ്സ്, ഹോയിസ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് അതേഴ്സ്. അപ്പൊ ഇവിടെ നമുക്കറിയാം സെക്ഷൻ 28 to 29 പറയുന്നതാണ്. സെക്ഷനുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ നോട്ട് ചെയ്യണം കേട്ടോ. സെക്ഷൻ 28 to 29, 28ഉം 29ഉം പറയുന്നത് ലിഫ്റ്റ്, ഹോയിസ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് അതേഴ്സ്. അപ്പൊ നമുക്കറിയാം മിക്ക ഫാക്ടറീസിലും നമുക്ക് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ലിഫ്റ്റുകൾ അല്ലെങ്കിൽ ക്രെയിൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 28 മുതൽ 28ഉം 29ഉം പറയുന്നത്. Lift and hoist need to be made of good quality material and properly constructed. നമുക്കറിയാം ഇപ്പോൾ ലിഫ്റ്റുകൾ ആയിക്കോട്ടെ, ലിഫ്റ്റ് സൗകര്യങ്ങൾ ഉണ്ടാവാം. ഹോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രെയിൻസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്രെയിൻസോ റോപ്പുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചായിരിക്കണം നിർമ്മിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രോപ്പർലി കൺസ്ട്രക്റ്റഡ്, അത് ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം?
അവിടെ നിർമ്മിക്കുകയും വേണം അല്ലെ. ശരിയായ രീതിയിൽ നിർമ്മിക്കണം, നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയലോട് കൂടി ആയിരിക്കണം അത് ഉണ്ടാവേണ്ടത്. ആൻഡ് they also need to be efficiently maintained and inspected once every 6 months. അതുപോലെ തന്നെ അവിടെ കൃത്യമായിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യാം, അത് കാര്യക്ഷമമായിട്ട് അത് പരിശോധിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും വേണം. The lift way and hoist way need to be covered appropriately. അതുപോലെ അവിടേക്കുള്ള വഴികൾ, ലിഫ്റ്റിലേക്കുള്ള വഴികളായിക്കോട്ടെ, ക്രെയിൻസ് അല്ലെങ്കിൽ ആ റോപ്പ് വേയുമായി ബന്ധപ്പെട്ട വഴികളായിക്കോട്ടെ, അതെല്ലാം അപ്രോപ്രിയേറ്റ് അനുയോജ്യമായ രീതിയിൽ അത് കവർ ചെയ്തിരിക്കണം. The maximum load the two can bear must be marked and followed. നിങ്ങൾ കണ്ടിട്ടില്ലേ ലിഫ്റ്റിലേക്ക് അവിടെ മാക്സിമം അതിൽ കയറാവുന്ന ലോഡുകൾ എണ്ണം എഴുതിയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടോ? ലിഫ്റ്റിലേക്ക് കയറിയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ, അതിലെ മാക്സിമം ലോഡ് എത്ര ആളുകളുടെ പെർ ഹെഡ് എത്ര കയറാം എന്ന് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ നമുക്കൊരു അറിയിപ്പ് നൽകുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഓരോ ലിഫ്റ്റിലും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രെയിൻസിലും റോപ്വേയിലും ഒക്കെ കയറാൻ പറ്റുന്ന ആളുകളുടെ മാക്സിമം എല്ലാം, അതാണ് ഈ മാക്സിമം ലോഡ് എത്ര വരാം, അത് രണ്ടിലും കയറാവുന്ന ഒരു മാക്സിമം ലോഡ് അതുമായി ബന്ധപ്പെട്ട മാർക്ക് ചെയ്ത് വെക്കണം. അതുപോലെ അത് കൃത്യമായിട്ട് പാലിക്കുകയും വേണം. There must be a door on either side of the lift or hoist used to carry workers. അവിടുത്തെ വർക്കേഴ്സിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ലിഫ്റ്റിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രെയിൻസിന്റെ ഒക്കെ രണ്ട് വശങ്ങളിലുമായിട്ട് ഡോറുകൾ ഉണ്ടായിരിക്കണം. The state government has the authority to give exemptions from complying these rules. ഈ റൂൾ പാലിക്കുന്നതിൽ നിന്നും ഇളവുകൾ ലഭിക്കാനായിട്ട് ആർക്കാണ് അധികാരം ഉണ്ടാവുക? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അതിനുള്ള ഇളവുകൾ നൽകാനായിട്ട് സാധിക്കുക. The chains, ropes, lifting machines and lifting taps also need to follow the same rules. ഇങ്ങനെയുള്ള ചെയിനുകൾ ആയിക്കോട്ടെ, റോപ്വേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലിഫ്റ്റിംഗ് മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ റോപ്പുകൾ ഉപയോഗിച്ചുള്ള മറ്റെന്തെങ്കിലും ക്രെയിൻസ് പോലെയുള്ള കാര്യങ്ങളോ, അങ്ങനെ എന്തുപയോഗിച്ചാലും ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ സെയിം റൂള് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഓരോ ഫാക്ടറിയിലും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പൊ സെക്ഷൻ 28 മുതൽ 29 വരെ പറയുന്നത് ലിഫ്റ്റ്, ഹോയിസ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് അതേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ എന്താണ് ഈ ഒരു സെക്ഷൻ 28 to 29 പറയുന്നത്? ലിഫ്റ്റോ ഹോയിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്രെയിൻസോ റോപ്പീസോ മുതലായിട്ടുള്ള എന്തൊരു കാര്യവും ആയിക്കോട്ടെ, അത് നമ്മളൊരു ഫാക്ടറിയിൽ യൂസ് ചെയ്യുമ്പോൾ, ഫാക്ടറിയിൽ മാത്രമല്ല ഏതൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുമ്പോൾ അത് നിർമ്മിക്കേണ്ടത് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കണം. അതുപോലെ നന്നായിട്ട് അത് നിർമ്മിച്ചിരിക്കണം അല്ലെ, നല്ല കൺസ്ട്രക്ഷൻ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പല അപകടങ്ങളും കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ലിഫ്റ്റ് തകർന്ന പല അപകടങ്ങളും കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ടിവിയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കേസുകളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒരിക്കലും അവിടുത്തെ വർക്കേഴ്സിനോ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോപ്പർലി അത് നിർമ്മിച്ചിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും അത് കൃത്യമായി പരിശോധിക്കുകയും അത് നല്ല രീതിയിൽ പരിപാലിക്കുകയും വേണം. അതുപോലെ the lift way and hoist way need to be covered appropriately. അവിടേക്കുള്ള ഒരു വഴികളും ശരിയായ രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം. അതുപോലെ അതിൽ മാക്സിമം ലോഡ് എത്ര കയറ്റാൻ പറ്റുമോ അവർക്ക് അതിൽ കയറാൻ പറ്റുന്ന മാക്സിമം ലോഡ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്യുകയും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും വേണം. അതുപോലെ വർക്കേഴ്സിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ ഒരു ലിഫ്റ്റിന്റെയോ അല്ലെങ്കിൽ ആ ഒരു ഹോയിസ്റ്റിന്റെയോ ഏത് സൈഡിലായിട്ട് ഡോറുകൾ ഉണ്ടായിരിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതും അത് നടപ്പിലാക്കുന്നതും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെ ഇത്തരം റൂൾസിൽ ഈ പറയുന്ന ചില ഓർഗനൈസേഷനുകൾക്ക് ഇളവുകൾ നൽകാനായിട്ട് സാധിക്കും. കംപ്ലൈന്റ് ദീസ് റൂൾസ്. അപ്പൊ ഈ റൂൾസ് പാലിക്കുന്നതിൽ ഇളവുകൾക്ക് നൽകാനായിട്ടുള്ള എക്സംഷൻസ് അല്ലെങ്കിൽ ഇളവുകൾ നൽകാനായിട്ടുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കും. അതുപോലെ ഏതൊരു സ്ഥാപനത്തിലും ചെയിൻസോ റോപ്സോ ലിഫ്റ്റിംഗ് മെഷീൻസോ ലിഫ്റ്റിംഗ് ടാപ്സോ മുതലായവയൊക്കെ ഉപയോഗിച്ചാലും ഇതേ സെയിം റൂൾസ് എല്ലാം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സെക്ഷൻ 28 and 29. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു സെക്ഷൻ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ 8:1.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ശരി, നെക്സ്റ്റ് വൺ ആണ് റിവോൾവിംഗ് മെഷീനറി. സെക്ഷൻ 30 പറയുന്നതാണ്, സെക്ഷൻ 30 പറയുന്നതാണ് റിവോൾവിംഗ് മെഷീനറി. റിവോൾവിംഗ് മെഷീനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മെക്കാനിക്കൽ ഡിവൈസ്, അതായത് റൊട്ടേറ്റിംഗ് കമ്പോണൻസ് ഉള്ള മെക്കാനിക്കൽ ഡിവൈസുകൾ. ഇപ്പൊ നമ്മുടെ ഫാനൊക്കെ റൊട്ടേറ്റിംഗ് കമ്പോണന്റ് ഇല്ലേ, ഇല്ലേ? ഫാന്, അതുപോലെ ജനറേറ്റേഴ്സ്, ടർബൈനുകള്, അതുപോലെ കംപ്രസർ, പമ്പുകള്, ഇത് മോട്ടോഴ്സ്, ഇതിലൊക്കെ റൊട്ടേറ്റിംഗ് കമ്പോണൻസ് ഉണ്ട് ഇല്ലേ? കറങ്ങുന്ന കമ്പോണൻസ് ഇല്ലേ? ഇപ്പൊ ഒരു ഫാൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കറങ്ങുന്ന കമ്പോണന്റ് ഇല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്ന കമ്പോണൻസ് ഉള്ള മെക്കാനിക്കൽ ഡിവൈസുകളെയാണ് നമ്മൾ റിവോൾവിംഗ് മെഷീനറി എന്ന് പറയുന്നത്. അപ്പൊ നോക്കി ഇവിടെ അത്തരത്തിലുള്ള മെഷീനറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 30 പറയുന്നത്. 30 ഇൻ പ്ലേസസ് വെയർ ഗ്രൈൻഡിംഗ് ഈസ് ഡൺ it is necessary to put a notice signifying the maximum peripheral speed that is not dangerous to work on each grindstone and abrasive wheel. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഇപ്പൊ നമ്മുടെ ചില ഉപകരണങ്ങളിൽ, അതായത് നമ്മുടെ മെഷീനറീസോ കാര്യങ്ങളോ ഒക്കെ എബ്രേസീവ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറീസോ കാര്യങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് കട്ടിംഗ് വീല് കണ്ടിട്ടുണ്ടോ? റൊട്ടേറ്റ് ചെയ്യുന്ന കട്ടിംഗ് വീലുകള് എന്തെങ്കിലും സാധനങ്ങൾ മെറ്റൽസോ കാര്യങ്ങളോ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവാം, ഗ്രൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവാം. അതിന് വേണ്ടിയിട്ടുള്ള റൊട്ടേറ്റിംഗ് കട്ടിംഗ് വീൽസ് ഉണ്ട്. അത്തരത്തിലുള്ളവയാണ് എബ്രേസീവ് വീൽ എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ ടൂൾസ് ഒക്കെ ഷാർപ്പൻ ചെയ്യാനോ ഗ്രൈൻഡിങ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നവയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള റൊട്ടേറ്റിംഗ് കമ്പോണന്റുകളുള്ള മെക്കാനിക്കൽ ഡിവൈസുകളോ കാര്യങ്ങളോ ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് നടത്തുമ്പോൾ നോട്ടീസ് സിഗ്നിഫൈങ് ദ മാക്സിമം പെരിഫറൽ സ്പീഡ് that is not dangerous to work on each grindstone ആണ്. അതുമായി ബന്ധപ്പെട്ട മാക്സിമം അതിന്റെ ആ ഒരു ചുറ്റളവ്, അതായത് നമുക്ക് ഡേഞ്ചറസ് അല്ലാതെ വർക്ക് ചെയ്യാനുള്ള മാക്സിമം അതിന്റെ ആ ഒരു പെരിഫറൽ സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം പെരിഫറൽ സ്പീഡ് എത്രയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ദൂരം അത് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്, നമുക്ക് ഏത് ഡിസ്റ്റൻസിൽ നമുക്ക് ഡേഞ്ചറസ് അല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും എന്നത് കൃത്യമായിട്ട് അവിടെ നോട്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ അറിയിപ്പ് കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ അവിടെ നോട്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒരു അറിയിപ്പായിട്ട് വെച്ചിരിക്കണം. The maximum secure speed of the spindle or shaft on which the wheel is mounted also need to be displayed. അതുപോലെ തന്നെ ആ ഒരു ഷാഫ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു വീലിനുള്ള ആ ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കറങ്ങുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തിന്റെ ആ ഒരു മാക്സിമം സെക്യൂർ സ്പീഡ് എത്രയാണ് എന്നതുകൂടി കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിരിക്കണം, പ്രദർശിപ്പിച്ചിരിക്കണം. Along with this, the secure revolving speed of every object, basket, vessel cage, flywheel, disc or pulley also need to be maintained. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു റിവോൾവിംഗ് സ്പീഡ് അത് എന്തിന്റെ ആയിക്കോട്ടെ, അങ്ങനെ കറങ്ങുന്ന രീതിയിലുള്ള റൊട്ടേറ്ററി കമ്പോണന്റ് ഉള്ള ഏതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണെങ്കിലും അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിന്റെ മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സേഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെരിഫറൽ സ്പീഡും അതിന്റെ ആ ഒരു ഏരിയ എത്രയാണ്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞ് വേണം നമുക്ക് സേഫ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെയുള്ള പാസേജ് എത്ര ദൂരം കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെയും കുറിച്ചും കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അവിടെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് റിവോൾവിംഗ് മെഷീനറി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ 30 പറയുന്നത്. ഇത്തരം മെക്കാനിക്കൽ ഡിവൈസ്, അതായത് റൊട്ടേറ്റിംഗ് കമ്പോണന്റുകളുള്ള നമുക്കിപ്പോ എന്തെങ്കിലും മെഷീനറീസ് ഗ്രൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയോ ഷാർപ്പൻ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയോ ഒക്കെ നമ്മൾ വീൽസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഗ്രൈൻഡിങ് സ്റ്റോൺസ് യൂസ് ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ റൊട്ടേറ്റ്
റൊട്ടേറ്റ് ചെയ്യുന്ന കമ്പോണൻസ് ഉള്ള മെഷീനറീസ് ആണെങ്കിൽ അതിന്റെ മാക്സിമം പെരിഫറൽ സ്പീഡ് എത്രയാണോ അതിൽ നിന്നും നമുക്ക് എത്ര സേഫ് ആയിട്ട് നമുക്ക് ഡേഞ്ചറസ് അല്ലാതെ എവിടെ നിന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, അതിന്റെ മാക്സിമം സ്പീഡ് ആയിക്കോട്ടെ, മുതലായ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള റൊട്ടേറ്റിംഗ് കമ്പോണന്റുകളെ എല്ലാത്തിനും നമ്മൾ ആ ഒരു ഫാക്ടറിയിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു നോട്ടീസ് കാണുമ്പോൾ മനസ്സിലാവും അല്ലെ, ഇതിന്റെ അടുത്തേക്ക് നമ്മൾ ഇത്രയും ദൂരത്ത് നിന്നേ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ, ഇതിന്റെ അടുത്തേക്ക് പോയാൽ നമുക്ക് അപകടം ഉണ്ടാവാം, സ്വാഭാവികമായിട്ടും നമുക്ക് അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് അവിടെ വർക്ക് ചെയ്താൽ മതി, അതിനെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് അതിന്റെ ആ ഒരു റൊട്ടേറ്റിംഗ് ഏരിയയിലേക്ക് വരുന്ന കാര്യമാണ്, സ്വാഭാവികമായിട്ടും അപകടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, റിവോൾവിംഗ് മെഷീനറി സെക്ഷൻ 30. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കിയോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് പ്രഷർ പ്ലാന്റ്. സെക്ഷൻ 31-ലാണ് കേട്ടോ പറയുന്നത്, പ്രഷർ പ്ലാന്റ്. അതായത് ഇൻ പ്ലാന്റ്സ് വെയർ there is a higher pressure than atmosphere pressure അല്ലെ, ഇങ്ങനെയുള്ള മെഷീനറീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന പ്ലാന്റുകൾ അല്ലെങ്കിൽ ഫാക്ടറീസ് ഒക്കെ ആണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും, ഹയർ പ്രഷർ ആയിരിക്കും ആ പ്ലാന്റിനുള്ളിൽ ഉണ്ടായിരിക്കും. കാരണം അവിടെ എന്താ, പല പല പ്രവർത്തനങ്ങൾ മെഷീനറീസ് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്, സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രഷർ അല്ലെങ്കിൽ ആ മർദ്ദം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് റിക്വയർഡ് ടു മേക്ക് അപ്രോപ്രിയേറ്റ് അറേഞ്ച്മെന്റ് ടു മേക്ക് ഷുവർ ദാറ്റ് എ സ്യൂട്ടബിൾ വർക്കിംഗ് പ്രഷർ ഈസ് മെയിൻറ്റെയിൻ. അതുകൊണ്ട് തന്നെ അത് അവിടെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്കിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു പ്രവർത്തന മർദ്ദം ആ ഒരു മെഷീനറിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളില് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയുടെ ഉള്ളില് കൃത്യമായിട്ട് ഉറപ്പുവരുത്താനുള്ള അറേഞ്ച്മെന്റുകൾ ഈ ഒരു സെക്ഷൻ വഴി ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. Then the state government can make rules and test any plant machinery for pressure, and it can also exempt any plant or machinery from these rules. ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഓരോ പ്ലാന്റുകൾ പരിശോധിക്കാനും അവിടുത്തെ മെഷീനറിയുടെ പ്രഷർ എത്രയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആ ഒരു അവിടുത്തെ പ്രവർത്തനപരമായിട്ടുള്ള മർദ്ദം എത്രയുണ്ട് എന്നത് കൃത്യമായിട്ട് പരിശോധിക്കാനും അതിനനുസരിച്ചുള്ള റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കാനും അല്ലെങ്കിൽ രൂപപ്പെടുത്താനുമുള്ള അധികാരമാർക്കാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഓൾസോ എക്സെപ്റ്റ് എനി പ്ലാന്റ് ഓർ മെഷീനറി ഫ്രം ദിസ് റൂൾസ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ചില മെഷീനറീസ് അല്ലെങ്കിൽ ചില പ്ലാന്റുകളൊക്കെ ഇതിൽ നിന്ന് അതിനുള്ള ഇളവുകൾ കൊടുക്കാനും ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെ അധികാരം ഉണ്ടായിരിക്കും. അപ്പൊ പ്രഷർ പ്ലാന്റ് സെക്ഷൻ 31 എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഓരോ മെഷീനറീസ് അല്ലെങ്കിൽ ഓരോ മെഷീനറീസ് ഉപയോഗിക്കുന്ന ഓരോ ഫാക്ടറിയിലെയും പ്ലാന്റുകളിൽ ഹയർ പ്രഷർ ആയിരിക്കും, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ മർദ്ദം ഇവിടെ ഇതിനുള്ളിൽ കൂടുതലായിരിക്കും. സോ അത്തരം ഒരു പ്രഷർ അവിടെ വരാതെ ഒരു വളരെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രവർത്തന മർദ്ദം ആ ഒരു പ്ലാന്റിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ 31-ന് കീഴിലായിരിക്കും. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവരുടെ പ്ലാന്റുകളെ കുറിച്ചും ആ മെഷീനറീസിന്റെ ഒക്കെ പ്രഷറും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പരിശോധിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട റൂൾസ് രൂപീകരിക്കേണ്ടതും ആരാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അതിന്റെ അധികാരം ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ നിയമവുമായി ബന്ധപ്പെട്ട ചില മെഷീനറീസിനെ ഒഴിവാക്കാം, ചില പ്ലാന്റ്സിന് ഇളവുകൾ കൊടുക്കാനും ഒക്കെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരവും ഉണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, പ്രഷർ പ്ലാന്റ് സെക്ഷൻ 31.
ഓക്കെ ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് ഫ്ലോർസ്, സ്റ്റെയർസ് ആൻഡ് മീൻസ് ഓഫ് ആക്സസ്. ഫ്ലോറുകള്, സ്റ്റെയർസ്, അതുപോലെ അവിടേക്കുള്ള പ്രവേശന മാർഗങ്ങള് മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 32 എന്ന് പറയുന്നത്. ദ മെയിൻ്റനൻസ് ഓഫ് സ്റ്റെയർസ്, ഫ്ലോർസ്, സ്റ്റെപ്സ്, passages and gangways should be perfect. അപ്പൊ നമ്മുടെ ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടോ അവിടെയുള്ള സ്റ്റെയറുകള്, ഫ്ലോറ്, അതുപോലെ അവിടുത്തെ സ്റ്റെപ്പുകള്, പാസേജസ് അല്ലെ, അവിടെയുള്ള ആ ഒരു പാസേജ് അല്ലെങ്കിൽ ഇടനാഴികള്, ഗാങ്വേസ് എന്ന് പറഞ്ഞാൽ റാമ്പുകള് അല്ലെങ്കിൽ ബ്രിഡ്ജുകള് മുതലായവയെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ മികച്ചതായിരിക്കണം. ഹാൻഡ് റെയിൽസ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് അവൈലബിൾ ഫോർ മോർ സെക്യൂരിറ്റി. അപ്പൊ ഇപ്പൊ സ്റ്റെപ്പോ അല്ലെങ്കിൽ ഫ്ലോർസോ സ്റ്റെയർസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹാൻഡ് റെയിൽസ് കൊടുക്കാറുണ്ട് അല്ലെ, കുറച്ചും കൂടി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഹാൻഡ് റെയിൽസ് കൊടുക്കുന്നത് കുറച്ചുകൂടി സെക്യൂരിറ്റി ലഭ്യമാകാൻ വേണ്ടിയാണ്. എവരി ഫാക്ടറി should provide its employees with safe access to the workplace. അപ്പോ എല്ലാ ഫാക്ടറിയും എന്ത് ചെയ്യണം, അവിടുത്തെ എംപ്ലോയീസിന് വളരെ സുരക്ഷിതമായിട്ട് അവരുടെ ആ ഒരു വർക്ക് പ്ലേസിലേക്കുള്ള പ്രവേശനം ഉറപ്പുവരുത്തണം. If a person is working at a place where he has a risk to fall down from a height more than 2 meters, if it is required to do fencing or follow other safety techniques to safeguard the worker. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അറ്റ് എ പ്ലേസ് വേർ ഹി ഹാസ് എ റിസ്ക് ടു ഫോൾ ഡൗൺ, അപ്പൊ ഇതൊരു ഹൈറ്റിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. മോർ ദാൻ 2 meters, 2 മീറ്ററിൽ കൂടുതലുള്ള ഹൈറ്റിൽ നിന്ന് അവർ താഴെ വീഴാൻ സാധ്യതയുള്ള ചില ജോലികൾ ഉണ്ടായിരിക്കും അല്ലെ, മുകളിലൊക്കെ താഴെ നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ ഉണ്ട് എങ്കിൽ അവർക്ക് അപകട സാധ്യതയുണ്ട് അല്ലെ, താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പെട്ടെന്ന് വീണ് പോയേക്കാം. അപ്പൊ അത്തരം കേസുകൾ ഉണ്ട് എങ്കിൽ അവരെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം എംപ്ലോയീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് to do fencing, ഒന്നല്ലെങ്കിൽ അതിന് ചുറ്റും ആ ഒരു ഏരിയ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു മറയ്ക്കുക അല്ലെങ്കിൽ വീഴി കിട്ടുന്നത് പോലെ ചെയ്യുക. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് പല ടെക്നിക്സും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വർക്കേഴ്സിനെ സുരക്ഷിതമാക്കുക അല്ലെങ്കിൽ സേഫ് ആക്കുക. ഇപ്പൊ ഫ്ലോർസ്, സ്റ്റെയർസ് ആൻഡ് മീൻസ് ഓഫ് ആക്സസ് എന്ന് പറയുന്നത് സെക്ഷൻ 32 പറയുന്നത് എന്താണ്, മെയിൻ്റനൻസ് ഓഫ് സ്റ്റെയർസ്, ആ ഒരു ഫാക്ടറിയിലെ സ്റ്റെയർസ് ആയിക്കോട്ടെ, ഫ്ലോർസ് ആയിക്കോട്ടെ, സ്റ്റെപ്പുകൾ ആയിക്കോട്ടെ, പാസേജസ് ഇടനാഴി ആയിക്കോട്ടെ, ഗാങ്വേസ് അല്ലെങ്കിൽ ബ്രിഡ്ജസോ റാമ്പോ അങ്ങനെയുള്ളവയെല്ലാം വളരെ മികച്ചതായിരിക്കണം. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസ്, അവിടെ കുറച്ചും കൂടി ഒന്ന് സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡ് റെയിൽസ് ലഭ്യമാക്കി നൽകുക. അതുപോലെ എല്ലാ ഫാക്ടറിയിലും എംപ്ലോയീസിനെ സേഫ് ആയിട്ടുള്ള വർക്ക് പ്ലേസിലേക്ക് അവർ സുരക്ഷിതമായി പ്രവേശിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഇനിയിപ്പോ ഒരു വ്യക്തി വർക്കിംഗ് അറ്റ് എ പ്ലേസ്, അവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഹൈറ്റിലേക്കൊക്കെ കയറി വർക്ക് ചെയ്യേണ്ട ഇടമാണ്, അവർ ചിലപ്പോ ഒരു 2 മീറ്റർ അതിൽ കൂടുതലോ ഹൈറ്റിൽ വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. സ്വാഭാവികമായിട്ടും താഴെ വീഴാനുള്ള അപകട സാധ്യത അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ. അത്തരം കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് അവരെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഫെൻസിങ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് സേഫ്റ്റി ടെക്നിക്കുകൾ ഉപയോഗിച്ച് അവരെ സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അതാണ് ഈ സെക്ഷൻ 32 പറയുന്നത്. വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ ശരി. നെക്സ്റ്റ് അടുത്തതാണ് 12th one ആണ് പിച്ച്, സ്റ്റംപ്സ്, ഓപ്പണിംഗ് ഇൻ ഫ്ലോർ ആൻഡ് അതേഴ്സ്. സെക്ഷൻ 33 പറയുന്നതാണ് കേട്ടോ. അതായത് എന്തെങ്കിലും കുഴികളോ കുറ്റികളോ അല്ലെങ്കിൽ ഫ്ലോറിൽ എന്തെങ്കിലും ഓപ്പണിങ്ങുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Every factory needs to safely cover or fence any opening in the floor, fixed vessel,
tank, stump or pit that is a prospective point of danger. അപ്പൊ നമുക്കറിയാം ഏതൊരു ഫാക്ടറിയിലാണെങ്കിലും അവരുടെ ഫ്ലോറിൽ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടാവും അല്ലെ, ഫ്ലോറിൽ എന്തെങ്കിലും ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെസലുകളോ ടാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്താണ് അപകടത്തിന് കാരണമാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത്തരം അപകടങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് അവിടുത്തെ എംപ്ലോയീസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സേഫ് ആയിട്ട് ഇപ്പൊ അങ്ങനെ ഒരു കുഴികളോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള വെസലോ ടാങ്കുകളോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെന്ത് ചെയ്യുക, അതിനു ചുറ്റും ശരിയായ രീതിയിൽ അത് മൂടുകയോ അല്ലെങ്കിൽ അതിനു ചുറ്റും വേലി കെട്ടുകയോ ചെയ്യുക. ആൻഡ് the state government can exempt any factory at its discretion. അപ്പൊ ഏതൊരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ടും ചില ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിയമം പാലിക്കുന്നതിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇളവുകൾ നൽകാവുന്നതാണ്. ഇപ്പൊ ഓപ്പണിംഗ് ഇൻ ഫ്ലോർ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 33 പറയുന്നതാണ്. ഇതിൽ പറയുന്നത് എല്ലാ ഫാക്ടറിയിലും നിർബന്ധമായിട്ടും സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന ഫ്ലോറുകളിൽ എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ, സുഷിരങ്ങളോ അല്ലെങ്കിൽ ഓപ്പണിങ്ങുകളോ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഫിക്സഡ് വെസൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫിക്സഡ് ആയിട്ടുള്ള ടാങ്കോ കാര്യങ്ങളോ താത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറ്റികളോ അല്ലെങ്കിൽ കുഴികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അതിന് ചുറ്റും സേഫ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടി അവിടെ അതിന് ചുറ്റും ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള അത് മൂടുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചുറ്റും അതിന് വേലി കെട്ടുകയോ ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം റൂൾസ് പാലിക്കുന്നതിൽ നിന്നും ചില സ്ഥാപനങ്ങളെ ഫാക്ടറീസിനെ ആർക്ക് ഒഴിവാക്കണമെങ്കിൽ ഇളവുകൾ കൊടുക്കാൻ പറ്റും. സ്റ്റേറ്റ് ഗവൺമെന്റിന് അത്തരം ഫാക്ടറികൾക്ക് ചില ഫാക്ടറികൾക്ക് ഇതിൽ നിന്നും റൂൾസ് പാലിക്കുന്നതെങ്കിലും ഇളവുകൾ നൽകാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. പിറ്റ്സ്, സ്റ്റംപ്സ്, ഓപ്പണിംഗ് ഇൻ ഫ്ലോർസ് ആൻഡ് അതേഴ്സ്. ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് എക്സസീവ് വെയിറ്റ്. സെക്ഷൻ 34 പറയുന്നതാണ് അമിതഭാരങ്ങൾ. Any person working in a factory is not allowed to pick up, shift or bear a load beyond his means, and that can be a cause of injury or harm to him. അപ്പൊ അതായത് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വർക്കർ ആണെങ്കിലും അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നോട്ട് അലൗഡ് ടു പിക്ക് അപ്പ്, അതായത് അവരോട് അവരുടെ കഴിവിനപ്പുറമുള്ള ഭാരം ചുമക്കുകയോ അത് മാറ്റുകയോ അല്ലെങ്കിൽ അത് പിക്കപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റാനോ ചുമക്കാനോ അല്ലെങ്കിൽ അത് എടുക്കുന്നതോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അനുവദിക്കുന്നില്ല. അതെന്ത് ചെയ്യാം, അവരുടെ കഴിവിനേക്കാൾ അപ്പുറം ഭാരം ചുമക്കുകയോ എടുക്കുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറ്റുക, അവർക്ക് അതുവഴി പരിക്കുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് അതുവഴി മറ്റെന്തെങ്കിലും രീതിയിലുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. സോ അതിവിടെ ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ റെക്കമെൻഡ് ദ മാക്സിമം ബെയറബിൾ ലോഡ് ടു ബി പിക്ഡ് അപ്പ്, shifted or borne by an adult man, adult woman, young man and child worker. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനുള്ള കൃത്യമായ ശുപാർശകൾ നൽകുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക്, ഇപ്പൊ ഒരു അഡൾട്ട് ആയിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു അഡൾട്ട് ആയിട്ടുള്ള വുമൺ അല്ലെങ്കിൽ ഒരു യങ് മാൻ അല്ലെങ്കിൽ ഒരു ചൈൽഡ് വർക്കറിന് ഇവർക്കൊക്കെ അവർക്ക് വഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ചുമക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് മാറ്റിയെടുക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് വഹിക്കാവുന്ന ആ ഒരു ഭാരം എത്ര മാത്രമായിരിക്കും, ആ ഒരു മാക്സിമം ഭാരം എത്രയാണെന്നുള്ളതിന്റെ ആ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ശുപാർശകള് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യണത്,
നൽകേണ്ടത്. അതിനനുസരിച്ചാണ് ഓരോ വ്യക്തികളുടെയും അവരുടെ കഴിവിനനുസരിച്ചുള്ള ഭാരം നമുക്ക് കിട്ടുന്നത്. ആ മാക്സിമം ഭാരം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാനായിട്ട് അനുവദിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അത് അവർക്ക് ഇഞ്ചുറീസോ മറ്റ് ശാരീരികമായിട്ടുള്ള മറ്റെന്തെങ്കിലും ദോഷങ്ങളോ ഹാമോ ഒക്കെ വരുത്തിയേക്കാം. സോ എക്സസൈസ് വെയിറ്റ് സെക്ഷൻ 34 പറയുന്നത് അമിതഭാരമാണ്. Any person working in factory is not allowed to pick up, shift or bear a load beyond his means and that can be cause of injury or harm. ഏതൊരു വ്യക്തിയും ഏതൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവർക്ക് ഒരിക്കലും അവരുടെ കഴിവിനപ്പുറമുള്ള ഭാരം എടുക്കാനോ അത് മാറ്റാനോ അല്ലെങ്കിൽ അത് എന്താണ് ചുമക്കാനോ ഒന്നുമുള്ള ആ ഒരു അനുവാദം നൽകുന്നില്ല. അതുപോലെ അത് ഈ നിയമത്തിന് കീഴിൽ അല്ലെങ്കിൽ സെക്ഷൻ 34 വരുന്നതാണ് കേട്ടോ. അങ്ങനെ അനുവദിക്കുന്നില്ല. അങ്ങനെ അനുവദിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതുവഴി പരിക്കുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളോ അവർക്കുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നൽകേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഓരോ വ്യക്തികൾക്കും വഹിക്കാവുന്ന പരമാവധി ഭാരം എത്രയാണ്, അതിപ്പോ ഒരു അഡൾട്ട് മാൻ ആവാം, ഒരു അഡൾട്ട് വുമൺ എത്രയാണ്, ഒരു യങ് മാൻ എത്രയാണ്, ഒരു ചൈൽഡ് വർക്കർ എത്രയാണ് എന്നത് വ്യക്തമായിട്ട് ശുപാർശ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഭാരമായിരിക്കണം അവർക്ക് അനുവദിച്ച് നൽകേണ്ടത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എക്സസീവ് വെയിറ്റ് സെക്ഷൻ 34. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് അടുത്തതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഐ. സെക്ഷൻ 35 ആണ് കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ഐ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ അല്ലെങ്കിൽ നേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. The state government need to make provision for screens and goggles to protect the eyes of workers working in factories that have harmful particles flying in the atmosphere due to production process or due to contact with extreme light. So ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് needs to make provision for screens and goggles. അതായത് ഇപ്പൊ ആ ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടെ ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് എക്സ്ട്രീം ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു ലൈറ്റ് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു പ്രകാശവുമായി ബന്ധപ്പെട്ടോ അതിൽ കോണ്ടാക്ട് വരുമ്പോഴൊക്കെ സ്വാഭാവികം ഇപ്പൊ അങ്ങനെ പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ചിലപ്പോ എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് പറക്കുന്നുണ്ടായിരിക്കും. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പറക്കുന്ന ആ ഒരു എൻവയോൺമെന്റിൽ പറന്നു നടക്കുന്നുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കണ്ണിൽ ബുദ്ധിമുട്ടുകൾ വരാം. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഒരു തീവ്രമായ പ്രകാശവുമായി ബന്ധപ്പെട്ട കോണ്ടാക്റ്റുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണിന് പ്രശ്നങ്ങൾ വരാം അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അവിടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആ വർക്കേഴ്സിന്റെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരൊന്നില്ലെങ്കിൽ സ്ക്രീൻസോ അല്ലെങ്കിൽ ഗൂഗിൾസ് അല്ലെങ്കിൽ കണ്ണടകളോ ധരിക്കാൻ ഒരു വ്യവസ്ഥ സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 35 എന്ന് പറയുന്നത്. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് സെക്ഷൻ 35 ഇതാണ് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, മേക്ക് പ്രൊവിഷൻ, എന്ത് വ്യവസ്ഥ ഉണ്ടാക്കുന്നു, ഈ പറയുന്ന വർക്കേഴ്സിന്റെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് സ്ക്രീനുകളോ അല്ലെങ്കിൽ ഗൂഗിൾസ് എന്ന് പറഞ്ഞ കണ്ണടകളോ ഒക്കെ അവർക്ക് ധരിക്കാനുള്ള ആ ഒരു എന്താണ് വ്യവസ്ഥയാണ് ഈ ഒരു സെക്ഷൻ 35 നൽകുന്നത്. അതിലൂടെ അവർക്ക് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ പൊടികളോ കാര്യങ്ങളോ എന്താണ് അവിടെ പറക്കുന്നുണ്ടെങ്കിലോ അത് ചിലപ്പോൾ അവരുടെ കണ്ണുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ലൈറ്റ്, തീവ്രമായിട്ടുള്ള ലൈറ്റുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത് അവരുടെ ഐ പ്രോബ്ലംസ് ഉണ്ടാക്കിയേക്കാം. സോ അത്തരം കണ്ടീഷനിൽ നിന്നൊക്കെ അവരുടെ വർക്കേഴ്സിനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് സ്ക്രീൻസോ ഗൂഗിൾസോ ധരിക്കാനുള്ള ഒരു വ്യവസ്ഥയാണ് സെക്ഷൻ 35 പ്രൊട്ടക്ഷൻ ഓഫ് ഐസിലൂടെ നൽകുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സെക്ഷൻ 35.
ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് 15th വൺ ആണ് പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസസ് ഫ്യൂംസ് ആൻഡ് അതേഴ്സ് സെക്ഷൻ 36. സെക്ഷൻ 36 പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വാതകങ്ങള്, പുക, അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളുമായി ബന്ധപ്പെട്ട മുൻകരുതലാണ് സെക്ഷൻ 36 പറയുന്നത്. A worker is not permitted to enter into any tank, chamber, that pipe, flue, or any other restricted place that might contain poisonous fumes that are hazardous for the worker. ഇപ്പോ ഏതൊരു വർക്കർ ആണെങ്കിലും, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വർക്കർ ആണെങ്കിലും നോട്ട് പെർമിറ്റഡ്, അവരെ എന്തിലേക്ക് എൻ്റർ ചെയ്യാൻ അനുവദിക്കുന്നില്ല? ഇപ്പൊ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ടാങ്കുകളോ ചേംബേഴ്സോ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെയുള്ള പുകക്കുഴലുകളോ അല്ലെങ്കിൽ എക്സോസ്റ്റേഴ്സോ മുതലായിട്ടുള്ള അങ്ങനെയുള്ള ഇടങ്ങളിലേക്കൊന്നും, അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇടങ്ങളാണ്. അവിടേക്കൊന്നും അവിടെ പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസ് അല്ലെങ്കിൽ പുകകളോ ഗ്യാസുകളോ ഒക്കെ അതിൽ നിന്ന് വരുന്നത് വഴി അവിടുത്തെ വർക്കേഴ്സിന് എന്ത് ചെയ്യാം? അത് ദോഷകരമായി ബാധിച്ചേക്കാം. സോ അതുകൊണ്ട് തന്നെ അത്തരം ഇടങ്ങളിലേക്ക് വർക്കേഴ്സിന്റെ ആ ഒരു എൻട്രി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പെർമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനുവദിക്കുന്നില്ല. ആൻഡ് ഹി ക്യാൻ ഗോ ഇൻ ടു സച്ച് എ പ്ലേസ് ഓൺലി ഇഫ് ദ മാൻഹോൾ ഈസ് ഓഫ് അപ്രോപ്രിയേറ്റ് സർക്കംഫറൻസ് ആൻഡ് ദർ ഇസ് എ പ്രോപ്പർ എൻട്രി ടു ഇറ്റ്. അതുപോലെ ഇനിയിപ്പോ ഇൻ കേസ് അവിടെ ആ ഒരു പ്ലേസിലേക്ക് അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഗോ ഇൻ ടു സച്ച് എ പ്ലേസ്, അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ only if the manhole എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള യൂട്ടിലിറ്റിയിലേക്ക് ഒരു കവർ ചെയ്ത ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ വലിയ ടാങ്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് വലിയൊരു കവറിംഗ് ഉണ്ടാവില്ലേ? അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ആ ഒരു യൂട്ടിലിറ്റിയുടെ മുകളിലെ കവറിംഗ്, കവേർഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് കണ്ടിട്ടില്ലേ? അതിനെയാണ് ആ മാൻഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള മാൻഹോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർക്കംഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ചുറ്റളവിലാണോ ഉള്ളത്? ഒരാൾക്ക് ഇറങ്ങി പോവാൻ പറ്റുമോ? അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി അതിലൂടെ നമുക്ക് നടത്താൻ പറ്റുമോ? ഹി ക്യാൻ ഗോ ഇൻ ടു സച്ച് എ പ്ലേസ് ഓൺലി വെൻ ഓൾ മെഷേഴ്സ് ഹാവ് ബീൻ എംപ്ലോയ്ഡ് ടു റിമൂവ് എനി ഫ്യൂംസ് പ്രസന്റ് ഇൻസൈഡ് ദ പ്ലേസ്. അതുപോലെ തന്നെ അതിനുള്ളില് എന്തെങ്കിലും ഫ്യൂംസ്, വിഷപരമായിട്ടുള്ള വാതകങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? അതൊക്കെ റിമൂവ് ചെയ്തിട്ട് എല്ലാ തരത്തിലുമുള്ള നടപടിക്രമങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള മെഷേഴ്സും സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് ഒരു വ്യക്തിയെ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഹി ഷുഡ് ഓൾസോ ബി എക്വിപ്ഡ് വിത്ത് അപ്രോപ്രിയേറ്റ് ബ്രീത്തിങ് എക്വിപ്മെന്റ്. നമുക്കറിയാം ചില ഇങ്ങനെയുള്ള പുകക്കുഴലുകളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൈപ്പ് സംവിധാനങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വരാം അല്ലെ? സോ അത്തരം കണ്ടീഷനിൽ അവർക്ക് എന്താണ് ബ്രീത്തിങ് എക്വിപ്മെന്റുകൾ, അനുയോജ്യമായ ബ്രീത്തിങ് എക്വിപ്മെന്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ റിവൈവിംഗ് എക്വിപ്മെന്റ്, പുനരുജ്ജീവന ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. റോപ്പുകള്, ബെൽറ്റുകള് മുതലായവയ്ക്ക് റെഡി ഫോർ എനി ക്രൈസിസ്. എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അല്ലെങ്കിൽ എന്തൊരു പ്രതിസന്ധി വന്നാലും അപ്പോൾ അത് റെഡി ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാം സജ്ജമാക്കിയിട്ടായിരിക്കണം അവരതിലേക്ക് ഇറങ്ങേണ്ടത്. The worker should be sincerely taught the use of this equipment and respiration restraining technique. അതുപോലെ തന്നെ വർക്കേഴ്സ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കാം, ഈ ഓരോ ഉപകരണം കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, അത് ഉപയോഗിക്കാൻ അറിയണം അല്ലെ? അപ്പൊ അത് ഉപയോഗിക്കാനായിട്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് വളരെ ആത്മാർത്ഥമായി തന്നെ അത് പഠിച്ചിരിക്കണം. അതുപോലെ എങ്ങനെയാണ് ആ ഒരു റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം അവിടെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് എങ്ങനെയാണ്, ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ളൊരു സിൻസിയർ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു വർക്കറിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ റെക്കമെൻഡ് ദ സർക്കംഫറൻസ് ഓഫ് മാൻഹോൾ. ആ ഒരു മാൻഹോൾ അല്ലെങ്കിൽ ആ ഒരു അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി ആ ഒരു ഓപ്പണിംഗ് കവറിങ്ങിനെ എത്രത്തോളം ആ ഒരു ചുറ്റളവ് ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ക്യാൻ ഓൾസോ
പ്രൊവൈഡ് എനി എക്സെപ്ഷൻസ് ഇഫ് ഡിസൈഡ്. അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ ഇതിന് ഇളവുകൾ നൽകാനും ആർക്ക് അനുവാദം ഉണ്ടായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അധികാരം ഉണ്ടായിരിക്കുക. അപ്പൊ പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 36 പറയുന്നത് ഒരു വർക്കറിനെ ഈ പറയുന്ന ഒരു ടാങ്കിലേക്കോ ചേംബറിലേക്കോ ഫ്യൂംസോ ഗ്യാസസോ അപകടകരമായ ഫ്യൂംസോ ഗ്യാസസോ ഒക്കെ വരുന്ന അങ്ങനെയുള്ള ചേംബറിലേക്കോ ടാങ്കുകളിലേക്കോ പൈപ്പ് സംവിധാനങ്ങളിലേക്കോ എക്സോസിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ ഒന്നും അങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് ഇടങ്ങളിലേക്ക് എന്ത് ചെയ്യാറില്ല? അനുവദിക്കാറില്ല. കാരണം അവിടെ പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസ് അല്ലെങ്കിൽ പുകകൾ വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ വർക്കേഴ്സിന്റെ ഹെൽത്തിനെ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നത് കൊണ്ട്, അപകടകരമായിട്ട് ബാധിക്കുന്നത് കൊണ്ടാണ്. ഇനി ഹി ക്യാൻ ഗോ ഇൻ ടു സച്ച് എ പ്ലേസ്, അവർക്ക് ആ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു മാൻഹോൾ അല്ലെങ്കിൽ ആ ഒരു അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റിയുടെ ആ ഒരു ഓപ്പണിംഗ് എത്രയാണ്, അതിന്റെ ആ ഒരു ചുറ്റളവ് എത്രയാണ്, ഒരാൾക്ക് സുഖവുമായിട്ട് അതിലൂടെ കടന്നു പോകാൻ പറ്റുമോ, പ്രോപ്പർ എൻട്രി നമുക്ക് അതിലൂടെ ഉണ്ടാകുമോ, അതുപോലെ തന്നെ ആ ഒരു പ്ലേസിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന വാതകങ്ങളോ കാര്യങ്ങളോ ഒക്കെ അതിനുള്ളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ മെഷേഴ്സും എടുത്തിട്ട് വേണം പോകാനായിട്ട്. അതോടൊപ്പം തന്നെ വളരെ സജ്ജീകരിച്ച് ബ്രീത്തിങ് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നാൽ അതിനനുസരിച്ചുള്ള ബ്രീത്തിങ് എക്യുപ്മെന്റുകള്, മറ്റ് പുനരുജ്ജീവന ഉപകരണങ്ങള്, അതുപോലെ റോപ്പുകള്, ബെൽറ്റുകള് മുതലായവയെല്ലാം ഒരു പെട്ടെന്ന് ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു ക്രൈസിസ് വന്നാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് റെഡി ആയിട്ട് രക്ഷപ്പെടാൻ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ സജ്ജമാക്കിയിട്ടായിരിക്കണം അവർ പോവേണ്ടത്. അതുപോലെ തന്നെ the state government can recommend the circumference of manhole and also provide any exemptions if desired. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാൻഹോളിൽ എത്രത്തോളം ചുറ്റളവിലെ വിസ്തീർണം ഉണ്ടായിരിക്കണം, അതെങ്ങനെയായിരിക്കണം പണിയേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ശുപാർശകൾ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ചില ഇളവുകൾ നൽകാനും സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യുന്നുണ്ട്? അധികാരം ഉണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി. പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ്. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് വൺ ആണ് പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്. സെക്ഷൻ 36A പറയുന്നതാണ് കേട്ടോ. പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഇലക്ട്രിക് ലൈറ്റുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളാണ്. A portable electric light or any other such electric appliance using voltage more than 24 volts must not be allowed inside any confined space, tank, pipe, chamber, vat or flue. If such a space contains any combustible dust, gas or fumes, only flame-proof lamps can be used inside there. ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റുകൾ, അതായത് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും ഇലക്ട്രിക് അപ്ലയൻസസ് ഒന്നും, അതായത് വോൾട്ടേജ് മോർ ദാൻ 24 വോൾട്ടിന് മുകളിലുള്ള അല്ലെങ്കിൽ വോൾട്ടേജ് ആവശ്യമായി വരുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും ഇലക്ട്രിക് അപ്ലയൻസുകളോ നമ്മൾ എന്ത് ഒരു പരിമിതമായിട്ടുള്ള സ്പേസ്, അതായത് ഒരു ടാങ്കിനുള്ളിലേക്കോ പൈപ്പിനുള്ളിലേക്കോ ഒരു ചേംബറിനുള്ളിലേക്കോ അല്ലെങ്കിൽ പുകക്കുഴലുകളുടെ ഉള്ളിലേക്കോ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല? അലോ ചെയ്യില്ല, അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. കാരണം ഇഫ് സച്ച് എ സ്പേസ് ആണ്, ഇപ്പൊ അങ്ങനെയുള്ള പുകക്കുഴലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാങ്ക് ചേംബേഴ്സിനുള്ളിലൊക്കെ ചിലപ്പോ എനി കമ്പോസ്റ്റബിൾ കത്തുന്ന രീതിയിൽ എന്തെങ്കിലും പുകകളോ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ വാതകങ്ങളോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. സോ ഓൺലി ഫ്ലെയിം പ്രൂഫ്, അതായത് കത്താത്ത ഫ്ലെയിം പ്രൂഫ് ആയിട്ടുള്ള ലാമ്പുകൾ കാര്യങ്ങളായിരിക്കും നമ്മൾ അതിനുള്ളിലേക്ക്
കൊണ്ടുപോകാനായിട്ട് അനുവദിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട മുൻകരുതൽ എടുക്കുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 36A എന്ന് പറയുന്നത്. പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ഇലക്ട്രിക് അപ്ലയൻസുകളോ ഇത്തരം ഏരിയയിനുള്ളിലേക്ക്, ഇത്തരം കൺഫൈൻഡ് ആയിട്ടുള്ള ഏരിയാസിനുള്ളിലേക്ക് അല്ലെങ്കിൽ സ്പേസസിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാ? അത് ഫ്ലെയിമബിൾ ആയിരിക്കും. അത് കത്തുന്ന രീതിയിലുള്ള ഡസ്റ്റോ ഗ്യാസോ ഫ്യൂംസോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാവാനും അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളത് കൊണ്ടാണ് അത് നമ്മൾ അനുവദിക്കാത്തത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്, സെക്ഷൻ 36A. ഓക്കെ നെക്സ്റ്റ് വണ്ണം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ്, എന്താണ് സ്ഫോടനാത്മകമായതോ അല്ലെങ്കിൽ കത്തുന്നതോ ആയിട്ടുള്ള വാതകങ്ങളും പൊടിപടലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് സെക്ഷൻ 37 പറയുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് 2-3 പോയിന്റ്സ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തീരൂല. അപ്പോ 16 വരെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് അവിടെ വരെ വായിച്ചിട്ട് വരിക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് ഓൾറെഡി എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ അതിനനുസരിച്ച് ഇനി എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിക്കാം കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിനനുസരിച്ച് ഇനി വരുന്ന എക്സാമുകളിൽ ആ പോരായ്മകളൊക്കെ നിർത്തി ഇംപ്രൂവ്മെന്റ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ശരി, താങ്ക് യു.